നമസ്കാരം. ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. മഹാഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. ലോകത്ത് ഏറ്റവും മൂല്യമുള്ള ഈശ്വരൻ്റെ സൃഷ്ടി ഏതാണ്? നിസ്സംശയം പറയാം, സമയത്തിനാണ് ഏറ്റവും ഘനഗംഭീരമായ മൂല്യമുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വേഗത, ഓക്കെ, സമയമായിട്ട് ബന്ധപ്പെട്ടാണ്. വേഗത ഭാഗ്യം കുറയ്ക്കുമോ? വേഗത ഭാഗ്യം കുറയ്ക്കുമെന്ന് തന്നെയാണ് ഞാനത് പറയുന്നത്. ഓക്കെ, വലിയൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അവിടെയും 10 മിനിറ്റിൽ ഒതുക്കാനുള്ള ഒരു ശ്രമമാണ്. ഓക്കെ, വലിയ വിഷയമാണിത്. ഓക്കെ, നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാം പറയുന്നില്ല. ഒരു 10 മിനിറ്റിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു. പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി പറയട്ടെ, ഭാഗ്യം ചാനൽ സൗഭാഗ്യം കൊണ്ടുവരുമെന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. സ്വയം പുകഴ്ത്തുന്നത് വൃത്തികേടാണെന്നറിയാം, പക്ഷേ ഞാൻ പറയാതെ നിങ്ങളിങ്ങനെ ഇത് മനസ്സിലാക്കും. ഒരു പരീക്ഷണത്തിന് വേണ്ടി ഒരു 2 മാസം ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പറയുന്നു. പരീക്ഷിക്കാം. ഓക്കെ, ഞാൻ ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പാണ്, ദശാബ്ദങ്ങൾക്ക് മുമ്പാണ്, ഏകദേശം 30 വർഷത്തിന് മുമ്പ് കാവാലം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അപ്പോൾ ആലപ്പുഴ വരെ വാഹനത്തിൽ പോയിട്ട് പിന്നെ ബോട്ടിലാണ് പോയത്. ഓക്കെ, ആലപ്പുഴയിൽ നിന്ന് കാവാലം വരെ ബോട്ടിൽ. അതായത് വാഹനങ്ങൾ നമ്മൾ പൊതുവെ നല്ല സ്പീഡിലാണല്ലോ പോകുന്നത്. ഓക്കെ, അത് മാത്രമല്ല, ഞാൻ ബിസിനസ് തുടങ്ങിയ ആ കാലഘട്ടമാണ്, തുടക്കത്തിലെ കാലഘട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെയധികം തിരക്ക് പിടിച്ചാണ് ഞാൻ എൻ്റെ ബിസിനസ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും, എല്ലാം പെട്ടെന്ന് അതിൽ നിന്നൊരു വിടുതൽ വന്നു. ബോട്ട് വളരെ സാവധാനത്തിലാണ് പോകുന്നത്. ആ തുടക്കത്തിൽ തന്നെ എനിക്ക് എന്താ പറയുക, നല്ല രീതിയിലുള്ളൊരു ഫീലിങ് എനിക്കുണ്ടായി. വളരെ പതുക്കെയാണ് പോകുന്നത് ബോട്ട്. സ്പീഡിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇരുകരയിലും ഈശ്വരൻ ഒരുക്കി വെച്ചിരിക്കുന്ന വിസ്മയങ്ങൾ നമുക്ക് കാണാൻ ഒക്കില്ല. വളരെ സ്പീഡിലാണ് പോകുന്നത്. ഇത് ബോട്ട് വളരെ സാവധാനത്തിലാണ് പോകുന്നത്. ഓക്കെ, ഇരുകരയിലുമുള്ള കാഴ്ചകൾ കണ്ട്, അതായത് ഈശ്വരൻ ഒരുക്കി തന്ന വിസ്മയങ്ങളാണ്. അതായത് ഭൂമിയിലും പ്രപഞ്ചത്തിലും ഈശ്വരൻ സൃഷ്ടിച്ചത് മുഴുവൻ 100% വിസ്മയങ്ങൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കാര്യം പറയാം. എൻ്റെ ശരീരത്തിന് ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങൾ എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ എനിക്കറിയില്ല. ഓക്കെ, ഹൃദയമുണ്ട്, കരളുണ്ട്, ആമാശയം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആശയമുണ്ട്, മുടി, അതെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കിഡ്നിയുടെയൊക്കെ പ്രവർത്തനങ്ങൾ എത്ര അതിസൂക്ഷ്മമായിട്ടാണ് ആ പാർട്സൊക്കെ ഈശ്വരൻ സൃഷ്ടിച്ചു വച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈശ്വരൻ്റെ സൃഷ്ടികളാണ്, ഓരോരോ വിസ്മയങ്ങളുമാണ്. ഓക്കെ, ഒരു എറുമ്പിൻ്റെ കാര്യം തന്നെ നോക്കുക, അതിൻ്റെ ശാരീരിക ചലനങ്ങളൊന്നും ശ്രദ്ധിച്ചു നോക്കും. എത്ര അതിസൂക്ഷ്മമായിട്ട് അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒരു എറുമ്പ് തൊട്ട് 2 ലക്ഷം കോടി ഗാലക്സിയുള്ള ഈ പ്രപഞ്ചം തന്നെ വിസ്മയമാണ്. വിസ്മയങ്ങൾ മാത്രമാണ് ഈശ്വരൻ സൃഷ്ടിച്ചേക്കുന്നത്. ഒരു പൂ വിരിയുന്നു, വിസ്മയമാണ്, മായാജാലങ്ങളാണ്. അപ്പോൾ ഈ വളരെ സ്പീഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇതൊന്നും ശ്രദ്ധിക്കാനും പറ്റില്ല, കാണാനും പറ്റില്ല, ആസ്വദിക്കാനും പറ്റില്ല. അപ്പോൾ അന്ന് ആ കാവാലത്ത് പോകുന്ന ആ ബോട്ട് യാത്രയിൽ കരയിലുള്ള ഒരു കാഴ്ച ഞാൻ കണ്ടു. ഒരു പശുവിൻ്റെ അകിടിൽ നിന്ന് ഒരു പശുക്കിടാവ് പാല് കുടിക്കുന്നു. ഓക്കെ,
ഒരു 2-3 മിനിറ്റ് എനിക്ക് കാണാൻ പറ്റി. അത് ആ കാഴ്ച എനിക്കുണ്ടാക്കിയ ആസ്വാദ്യകരമായ നിമിഷങ്ങൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. സ്പീഡിലാവുമെങ്കിൽ ഇതൊന്നും കാണാൻ ഒക്കത്തില്ല. അപ്പോൾ നമ്മൾ വലിയ തിരക്കൊന്നും പിടിക്കണ്ട, ആരും ഒന്നും തന്നെ നേടാൻ പോകുന്നില്ല. കൃത്യമായിട്ടറിയും. 64 വയസ്സുള്ള ഞാൻ പറയുന്നു. കാര്യമായ ഗണ്യമായ വലിയ നേട്ടങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ മരീചികയാണ്. ഓക്കെ, അത് മാത്രമല്ല, നമുക്ക് ഈ പറഞ്ഞ ഈ ബോട്ട് യാത്രയിൽ തന്നെ ഓക്കെ നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈശ്വരൻ ഓരോ ചിന്തകൾ ഇട്ട് തരും. അടങ്ങി ഒതുങ്ങിയ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴേ നമുക്ക് ഈശ്വരൻ ഈ ഓരോരോ ആശയങ്ങൾ മനസ്സിലേക്ക് ഇട്ട് തരുള്ളൂ. അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഒരാശയം നമ്മുടെ മനസ്സിലേക്ക് ഈശ്വരൻ ഇട്ട് വരുന്നത് നമ്മളത് ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് നഷ്ടപ്പെടും വേഗത കൂടിയാൽ. ആസ്വാദ്യകരമായ നിമിഷങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കുമ്പോൾ ഈശ്വരൻ നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിടുന്ന ആശയങ്ങളും ചിന്തകളുമൊക്കെ നമുക്ക് നഷ്ടപ്പെടും വേഗത കൂടിയാൽ. ഓക്കെ, അതുപോലെ തന്നെ വേഗതയായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് വാഹനം നമ്മൾ ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ കാർ ഓടിക്കുന്നത് പരമാവധി സ്പീഡ് 40-50, 50 മേളിൽ ഞാൻ ഓടിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് ചെറിയ ആക്സിഡൻറ്റുകളെ ഉണ്ടാവാറുള്ളൂ. ഓക്കെ, ഓരോരുത്തർ 4-5 പേരുടെ ഡ്രൈവിങ്ങിനെ കുറിച്ച് ഞാൻ പറയാം. ആദ്യം എനിക്ക് ഒരാളുടെ ഡ്രൈവിങ്ങിനോട് പ്രണയം തോന്നിയ കാര്യം പറയാം. എൻ്റെ മകൻ്റെ ഒരു കൂട്ടുകാരനാണ്. ഞങ്ങൾ ഇവിടെ കല്യാണത്തിൻ്റെ ദിവസം അങ്ങനെ തിരിച്ചു വരികയാണ്. അപ്പോൾ ഇവരാണ് കാർ ഓടിക്കുന്നത്. ഓക്കെ, അതായത് ആവശ്യത്തിന് സ്പീഡുണ്ട്, ആവശ്യമുള്ള സ്ഥലത്ത് ഇവൻ സ്പീഡ് എടുക്കും. എന്ന് പറഞ്ഞാൽ സ്പീഡ് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഇവൻ സ്പീഡ് എടുക്കും. അതുപോലെ തന്നെ ബ്രേക്ക് പിടിക്കേണ്ട സ്ഥലത്ത് അത് നേരത്തെ തന്നെ സ്പീഡ് കുറച്ച് ഓടിക്കും. അപ്പോൾ അവന് ബ്രേക്ക് പിടിക്കേണ്ട കാര്യം വരുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഡ്രൈവിങ് ഒരുപക്ഷെ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവൻ്റെ ഡ്രൈവിങ്ങാണ്. അതായത് ഞാൻ തൊട്ടടുത്തിരിക്കുകയാണ്, അവൻ കാർ ഓടിക്കുന്നു. ഒരു സ്ഥലത്ത് പോലും ഏതാണ്ടൊരു 150 കിലോമീറ്റർ കൂടുതൽ അവൻ വണ്ടി ഓടിച്ചു. ഒരു സ്ഥലത്ത് പോലും കാറിനകത്ത് ഇരിക്കുന്ന ഒരാൾക്ക് പോലും ടെൻഷൻ ഉണ്ടായില്ല. ഓക്കെ, അതായത് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, അതേസമയം മിക്കവാറും ഓരോരുത്തരൊക്കെ ഓടിക്കുന്ന സ്പീഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ്. എൻ്റെ ബ്രദർ-ഇൻ-ലാസ് 2 പേരുണ്ട്. 2 പേരും നല്ല സ്പീഡാണ്. എൻ്റെ മകൻ നല്ല സ്പീഡാണ്. പിന്നെ വേറൊരു സുഹൃത്തിൻ്റെ കാര്യം പറയാം, അദ്ദേഹവും സ്പീഡാണ്. പക്ഷെ ഇവർ 4 പേരും 4 തരത്തിലാണ് സ്പീഡ് എടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ മകൻ സ്പീഡ് എടുക്കും, 100-120 വെച്ച് കത്തിക്കും. അത് പക്ഷേ നാഷണൽ ഹൈവേയിൽ 2 സൈഡിലും കോൺക്രീറ്റ് ചെറുമതിൽ ഉള്ള സ്ഥലത്തെ അവൻ സ്പീഡ് എടുക്കത്തുള്ളൂ. പക്ഷെ അതും അപകടമാണ്. കാര്യം ഒരു പശുവോ കാളയോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ തന്നെയോ ഈ ചെറുമതിൽ കടന്ന് അശ്രദ്ധമായിട്ട് റോഡ് കുറുക്കി ആടി കഴിഞ്ഞാൽ ഉറപ്പാണ് അവിടെ ആക്സിഡൻ്റാണ്. അത്
100, 120 പോകുമ്പോൾ ഡെഫിനറ്റായിട്ടും വണ്ടി പിടിച്ചാലൊന്നും നിൽക്കത്തൊന്നുമില്ല. 40 50 പോകുമ്പോൾ ചെയ്യാം, വണ്ടി നിയന്ത്രിക്കാൻ പറ്റും. 100, 120 പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു കുറുക്കിയാട്ടം വന്നു കഴിഞ്ഞാൽ 100% അവിടെ ആക്സിഡൻ്റാണ്. അപ്പോൾ എൻ്റെ മകൻ്റെ ഡ്രൈവിങ് തന്നെ അപകടകരമാണ്. ഓക്കെ. അതേസമയം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നാഷണൽ ഹൈവേയിലല്ല, നമ്മുടെ സിറ്റിയിലൊക്കെ ആയാലും ഓടിക്കുന്നത് ഒരൊറ്റ സ്പീഡേ പുള്ളിക്ക് അറിയാവുള്ളൂ, 100, 120. അദ്ദേഹത്തിന് ഒരു 3 വർഷത്തിന് മുമ്പ് ആക്സിഡൻ്റ്, വലിയ ആക്സിഡൻ്റായിരുന്നു, മേജർ ആക്സിഡൻ്റായിരുന്നു. അദ്ദേഹത്തിന് കാര്യമായ പരിക്കുകൾ പറ്റിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് കാലൊടിഞ്ഞു. ഇപ്പോഴും ഈ 3 വർഷം കഴിഞ്ഞു, 3.5 വർഷം കഴിഞ്ഞു, ഇപ്പോഴും അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല, പണച്ചെലവ് നമുക്ക് എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം. പക്ഷേ ഈ 3 വർഷം ഇവർക്ക് ഉണ്ടായ വേദന, പിന്നെ അവർക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. ഓക്കെ. ഒരു യാത്ര ഈ സ്പീഡെടുത്ത് പോയപ്പോൾ അവർക്ക് ഏകദേശം 3 വർഷത്തേക്ക് അവർക്ക് സസ്പെൻഷൻ കിട്ടി. അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല. ഓക്കെ. പ്രായമായ സ്ത്രീയാണ്. അത് മാത്രമല്ല, മര്യാദയ്ക്ക് നടക്കാനും പറ്റത്തില്ല. ഇപ്പോഴും നടക്കാൻ പ്രയാസമാണ്. അപ്പോൾ വേഗത നിർഭാഗ്യം കൊണ്ടുവരുന്നു പറഞ്ഞു വരുമ്പോൾ. പിന്നെ എൻ്റെ ബ്രദർ ഇൻ ലാസ്, അവർക്കെല്ലാം തന്നെ ആക്സിഡൻറ്റ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആക്സിഡൻറ്റ് പറ്റുക. അതിനെല്ലാം മാസങ്ങളോളം വേണ്ടി വന്നു അതിൽ നിന്ന്, ആ പരിക്കുകളിൽ നിന്ന് രക്ഷപ്പെടാം. അതിന് വേറൊരു സംഭവം ഞാൻ പറയാം. ഈ വേഗതയുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അനുഭവം ഞാൻ പറയാം. 30 വർഷത്തിന് മുമ്പാണ്, 35 വർഷത്തിന് മുമ്പാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഉള്ള ആ ഇടയ്ക്കാണ് സംഭവം നടന്നത്. രാവിലെ 7 മണി, ഞാനും വൈഫിൻ്റെ കുടുംബ വീട്ടിലാണ്. അപ്പോൾ കൊല്ലത്തോട്ട് പോകണം. അവരുടെ ഭാര്യ ബഹളം കൂട്ടിയാണ്. അപ്പോൾ പെട്ടെന്ന് സ്ലോ മോഷൻ പിടിക്കാതെ, സ്ഥിരം ഡയലോഗാണ് ഭാര്യയുടെ, സ്ലോ മോഷൻ പിടിക്കാതെ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങാം. ഞാൻ പറഞ്ഞു, എനിക്കൊരു സമയമുണ്ട്, ആ സമയത്തെ ഞാൻ ഇറങ്ങത്തുള്ളൂ. അങ്ങനെ ഞാൻ പതുക്കെ കുളിച്ച് തയ്യാറായി, ഓക്കെ, ഡ്രസ്സ് ചെയ്ത് ഇറങ്ങുന്നു. അതായത് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ ഷാർപ്പ്, ഞാൻ ബോധപൂർവം അങ്ങനെ സൃഷ്ടിച്ച ഒരു സിറ്റുവേഷനല്ല. ഇത് തള്ളുകയല്ല, വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം. അങ്ങനെ ഇറങ്ങുമ്പോൾ ക്ലോക്കിൽ മണിയടിക്കണം. പഴയ ക്ലോക്ക്, അത് വൈൻഡിങ് ക്ലോക്ക്, കൃത്യം 9 മണി. ഓക്കെ. എൻ്റെ ഭാര്യയുടെ അമ്മ വന്ന് എൻ്റെ വലത് കൈ പിടിച്ച് കരതലത്തിൽ ഉമ്മ വെച്ചു. ഓക്കെ. ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ നമുക്കെല്ലാം അല്പം സാവകാശവും ഒക്കെ വേണം. അത് നമുക്ക് തീർച്ചയായിട്ടും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ഭാഗ്യം കൊണ്ടുവരിക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ ബോട്ടിങ്ങിൻ്റെ കാര്യം. ഇരുകരയിലും ആകാശത്തും ഈശ്വരൻ സൃഷ്ടിക്കുന്ന വിസ്മയങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല, ആസ്വദിക്കാൻ പറ്റില്ല വേഗത കൂടിയാൽ. അല്പം പതുക്കെയൊക്കെ പോയാൽ മതി. നമ്മുടെ ഈ പറഞ്ഞ ലോകമൊന്നും കീഴടക്കാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെ നമുക്ക് ആഗ്രഹം വരും. അത്യാവശ്യം സാവകാശം എല്ലാം ധൃതി പിടിച്ച് ചെയ്യാതിരിക്കാം. എനിവേ, ഇപ്പോൾ 14 മിനിറ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ തൽക്കാലം വിടവാങ്ങുന്നു. അപ്പോൾ ഏറ്റവും മൂല്യമുള്ള സമയത്തിന് നമ്മൾ അല്പം
സാവകാശം കൊണ്ട് നമുക്ക് ആ നിമിഷങ്ങളിൽ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റും. ഈശ്വരൻ നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിടുന്ന ചിന്തകളും ആശയങ്ങളുമൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് ധൃതി പിടിച്ചാലൊന്നും നടക്കില്ല. ഒരു സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തുന്ന പോലെ ഒരു പൂവ് വിരിയില്ല. അതിന് സമയമുണ്ട്. ഒരു തെങ്ങിൻ തൈ നമ്മൾ വെക്കുന്നു. തേങ്ങ ഉണ്ടാവണമെങ്കിൽ, നാളികേരം ഉണ്ടാവണമെങ്കിൽ കുറേ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പ്രകൃതിയിൽ എല്ലാം അങ്ങനെയാണ്, സാവധാനത്തിലാണ്. 24 മണിക്കൂർ എടുക്കും ഭൂമി ഒന്ന് തിരിഞ്ഞു വരാൻ. അതിനൊക്കെ ഒരു സമയമുണ്ട്. അതുപോലെ മനുഷ്യർക്ക് കൊണ്ടുവരുന്ന സമയം. ആ സമയം നമുക്ക് ഭാഗ്യങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. പലതരത്തിൽ. പണം മാത്രമല്ല, ഭാഗ്യം. എത്രയോ രൂപമുണ്ട് ഭാഗ്യങ്ങൾക്ക്. ഓക്കെ, തൽക്കാലം സമയം അതിക്രമിച്ചതുകൊണ്ട് മാത്രം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.